നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റ് ലഭ്യമാകാത്തതിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. 3 സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഹർജി നൽകിയത്. എന്നാൽ ഇവർക്ക് പോസ്റ്റൽ ബാലറ്റുകൾ വീണ്ടും അനുവദിക്കാനാകില്ല എന്ന നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ലിഡിയ, എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രജിൻ അസിത, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റുകൾ നൽകിയില്ല എന്ന ഒരു ആരോപണവുമായി സർക്കാർ ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ കേസാണ് ഇന്ന് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. അതായത് തങ്ങൾ അപേക്ഷ നൽകിയിട്ടും പോസ്റ്റൽ ബാലറ്റുകൾ കൃത്യസമയത്ത് ലഭിച്ചില്ല, അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വോട്ട് ചെയ്യാനായില്ല എന്നടക്കം ഉള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടക്കം ഹൈക്കോടതി വിശദീകരണം ചോദിച്ചിരുന്നു. അതിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് വോട്ടിങ്ങിന് ശേഷം ഇത്തരത്തിൽ അത് നൽകാനാവില്ല, അത് പോസ്റ്റൽ ബാലറ്റുകൾ ഇനി നൽകാനാവില്ല എന്ന നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. പ്രത്യേകിച്ച് സ്ട്രോങ് റൂമുകളടക്കം പൂട്ടി കഴിഞ്ഞ സാഹചര്യത്തിൽ അത് ഇനി നൽകാനാവില്ല എന്ന നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. ഇത് ഹൈക്കോടതിയെ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതുകൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് വീണ്ടും ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുകയാണ്. ഈ മുൻപ് പലതവണ അപേക്ഷ നൽകിയിരുന്നു, പക്ഷെ തങ്ങൾക്ക് പല സാങ്കേതിക കാരണങ്ങളാൽ ഇത്തരത്തിൽ കിട്ടിയില്ല, തങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങളാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നത്. ഈ പ്രത്യേകിച്ച് ഈ മെയ് 8-ന് മുൻപ് പോസ്റ്റൽ ബാലറ്റുകൾ എല്ലായിടത്തും എത്തിക്കും എന്നടക്കം ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പ് നൽകിയിരുന്നതാണ്. പക്ഷെ പലയിടത്തും ഇത് എത്തിയിട്ടില്ല. 3 സർക്കാർ ജീവനക്കാരാണ് ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അതിലാണ് അത് വീണ്ടും പരിഗണിക്കുകയും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടക്കം വിശദീകരണമടക്കം ഇന്നും ചോദിക്കുകയും ചെയ്യും ഹൈക്കോടതി. ശരി, ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്. ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഹർജിയാണ് ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.